ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിലെ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പോഷകങ്ങളും നമുക്കറിയാം, ന്യൂട്രിയൻസിനെ മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ന്യൂട്രിയൻസ് എല്ലാം ഓരോ വ്യക്തികളുടെയും ശാരീരിക അവസ്ഥ മനസ്സിലാക്കി അവർക്ക് എത്രത്തോളം അളവിലാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഒന്നും അധികമാവാനും പാടില്ല, തീരെ കുറയാനും പാടില്ല. ഒരു സമീകൃതമായ രീതിയിൽ വേണം കഴിക്കാനായിട്ട്. ഈ ആഹാരങ്ങളുടെ അളവ് ഓരോ വ്യക്തികൾക്കും ഓരോന്നായിരിക്കും. കാരണം അവരുടെ പ്രായം, ജെൻഡർ, ഫിസിയോളജിക്കൽ സ്റ്റാറ്റസ്, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ശാരീരികമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കി, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി. ചിലവർ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫായിരിക്കും ഫോളോ ചെയ്യുന്നത്, ചിലർ ഹെവി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സെഡൻറ്ററി ആയിട്ടുള്ള ആൾക്ക് വേണ്ടുന്ന കാർബോഹൈഡ്രേറ്റ് ആയിരിക്കില്ല ഹെവി വർക്കിന് ചെയ്യുന്ന ആൾക്ക് വേണ്ടത്. അതെല്ലാം വാരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം എത്രത്തോളം ഫുഡാണോ കഴിക്കുന്നത് അത്രയും ഫുഡ് തന്നെ എനർജി എക്സ്പെൻഡിച്ചറായി ചിലവായും പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നോക്കിയാണ് ഓരോരുത്തരും ഭക്ഷണം കഴിക്കേണ്ടത്. പിന്നെ ഈ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ, നമ്മുടെ ഹെൽത്തും മൈൻഡും എനർജിയും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിലനിൽക്കാൻ സഹായിക്കും. എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് എല്ലാം ഡീകമ്പോസ് ചെയ്ത് ബോഡി നല്ല സ്ട്രോങ് ആക്കാനും ഹെൽത്തി ആക്കാനും ആക്റ്റീവ് ആക്കാനും സഹായിക്കും. അതുപോലെ എനർജിയുടെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കും. നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷസ് ഡിസീസസ് ഒന്നും വരാതെ ലൈഫ് സ്പാൻ കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ ഇൻഫ്ലമേഷൻസ്, ശരീരത്തിൽ നീര് വെച്ച അവസ്ഥയൊന്നും വരാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാനൊക്കെ ഇത് സഹായിക്കും.